വയനാട്ടിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര കർമ്മങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന തത്സമയം ചേരുകയാണ്. അഭിജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വീട്ടിൽ നിന്ന്? സമയം മുൻപാണ് ബന്ധുക്കൾക്ക് രാധയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടു നൽകിയത്. മൃതദേഹം ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ അത് കാണാം. ഈ വീട്ടിൽ വളരെ വലിയൊരു ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാധയെ അവസാനമായി കാണാൻ ഈ നാടിനെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ പൊതുദർശനം ഉണ്ടാകും. വന്യജീവി ആക്രമണത്തിനെതിരെ വലിയ പ്രതിഷേധം പഞ്ചാരക്കൊല്ലിയിലും പരിസര പ്രദേശങ്ങളിലും മാനന്തവാടിയിലും ശക്തി പ്രാപിക്കെ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ പൊതുദർശനം ഉണ്ടാകും. അഭിജിത്ത് മുഴക്കൊന്ന് വീണ്ടും ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രാധയുടെ മൃതദേഹം പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു നാടൊന്നാകെ ഇവിടേക്ക് അവസാനമായി രാധയെ ഒരു നോക്ക് കാണുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തന്റെ ജോലി സ്ഥലത്തേക്ക് എത്തിയ രാധയെ കടുവയുടെ ആക്രമണത്തിൽ രാധയ്ക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. ഈ മേഖലയിൽ തന്നെ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന അച്ചപ്പന്റെ ഭാര്യയാണ് രാധ. അച്ചപ്പൻ തന്നെയാണ് രാധയെ ഇന്നലെ ഈ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറിനിടയിൽ ഈ അപകടം ഉണ്ടാകുന്നു. കടുവയെത്തി ഈ ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനിടെ കപ്പിക്കുരു ശേഖരിക്കുന്നതിനായി രാധ പോവുകയായിരുന്നു. അതിനിടയിലാണ് കടുവ അവിടേക്ക് എത്തുകയും രാധയെ കാട്ടിനകത്തേക്ക് കടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. വളരെ വലിയ ദാരുണമായ ഒരു അപകടം അത് ഇന്നലെ ഉണ്ടാകുന്നു. അതിനുശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നു. ഇത്തരത്തിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്ത് നേരുന്നു. ഏതായാലും അത്തരത്തിൽ ഈ കടുവയെ പിടികൂടുന്നതിനും വെടിവെച്ച് കൊല്ലുന്നതിനുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ രാധയുടെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ 11 മണിയോടുകൂടി നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചില കുറിച്യ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് രാധ. അതുമായി ബന്ധപ്പെട്ട ചില ആചാര നടപടികളൊക്കെ, ആചാര കർമ്മങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള വീട്ടുവളപ്പിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ സംസ്കാരം ഉണ്ടാകും എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN നാടിനെ സംബന്ധിച്ച്, ഈ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വേദനയാണ്. കാരണം ഇത്തരത്തിലൊരു ആക്രമണം, ഒരു വന്യജീവി ആക്രമണം, അതും കടുവയുടെ ആക്രമണം ഇങ്ങനെ നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യം അവരുടെ ഓർമ്മയിൽ പോലും, അവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്തതാണ്. ആ രീതിയിൽ ഒരു കടുവ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അവിടെ ജോലിക്കെത്തിയ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകുന്നു. അതിന്റെ ആക്രമണത്തിൽ ഈ സ്ത്രീ കൊല്ലപ്പെടുന്നു. ഏറെ ആശങ്കയുണ്ടാക്കുന്ന, അവർക്ക് ഏറ്റവും അധികം ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായത്. നേരത്തെ പലതരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിട്ടവരാണിവർ. അതിൽ ആനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും കടുവയുടെ ഒരു സാന്നിധ്യം തങ്ങൾക്ക് ആ രീതിയിലുള്ള മുന്നറിയിപ്പൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടുകാർ പറയുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ്, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ആക്രമണമാണ്. ആ ആക്രമണത്തിലാണ് രാധയ്ക്ക് ജീവൻ നഷ്ടമായത്. പ്രധാനപ്പെട്ട ഒരു കാര്യം SKN നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവിടെ തന്നെ താൽക്കാലിക വാച്ചറായി ജോലി ചെയ്യുകയാണ്, ഫോറസ്റ്റ് വാച്ചറായി ജോലി ചെയ്യുകയാണ് അച്ചപ്പൻ രാവിലെ ഏതാണ്ട് 8 മണി സമയത്താണ് തന്റെ സ്കൂട്ടറിൽ ഭാര്യയായ രാധയെ ഈ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് ഇവരുടെ വീടിന് മുന്നിൽ തന്നെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ അവിടെ ഇറക്കുന്നു. അതിനുശേഷം അച്ചപ്പൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവിടെ എത്തുമ്പോഴാണ് ഈ ഒരു വാർത്ത, കടുവ ഒരാളെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അച്ചപ്പന്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ അച്ചപ്പൻ തന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, തന്റെ ഭാര്യയെ തന്നെയാണ് ഈ കടുവ ഈ രീതിയിൽ ആക്രമിച്ചത് എന്ന് അറിയുന്ന അവസ്ഥ. അവിടെ തന്നെ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീഴുകയാണ്. അത് കണ്ട നാട്ടുകാരുണ്ട്. ആ നാട്ടുകാരാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്.
അവർക്ക് തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ വേദനയുണ്ടാക്കുന്ന, സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശവാസികൾ കടന്നു പോകുന്നത്, ഈ കുടുംബം കടന്നു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജോലിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവർ വനമേഖലയോട് അടുത്താണ് അവർ താമസിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻകരുതൽ നടപടികളും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാറുണ്ട് എന്ന് വനം വകുപ്പ് ആണയിട്ട് പറയുമ്പോഴും, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ആവർത്തിച്ച് പറയുമ്പോഴും പിന്നെ എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം, ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം, വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണ്. മന്ത്രി OR കേളുവിന് നേരെ വരെ ആ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. നാട്ടുകാർക്ക് വൈകാരികമാണിത്. കാരണം അവർ അനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പലപ്പോഴും വയനാടിന്റെ പല കോണുകളിൽ നിന്ന് ഈ രീതിയിലുള്ള വാർത്തകൾ എത്താറുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഈ കടുവയുടെ ആക്രമണത്തിൽ തങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ ഞെട്ടലിലാണ് ഈ നാട്ടുകാർ. നിലവിലിപ്പോൾ ഒരുപാട് പേർ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടേക്ക് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. SK അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നാടിന് മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി ഇന്നലെ കടുവയുടെ ആക്രമണം ഉണ്ടായി മരിച്ച രാധയുടെ സംസ്കാരം ഇന്നാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ സംസ്കാര ചടങ്ങ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിൽ രാധയുടെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞു. ഇന്നലെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. അപ്രതീക്ഷിതമായി രാവിലെ ഉണ്ടായ അക്രമത്തിലാണ് രാധ മരിക്കുന്നത്. എന്നാൽ ഈ കടുവയെ എത്രയും വേഗം വെടിവെച്ച് കൊല്ലണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ആദ്യ പരിഗണന തീർച്ചയായിട്ടും ഈ കൂട് വെച്ച് പിടിക്കുക എന്നത് തന്നെയായിരിക്കും. RRT സംഘം വ്യാപകമായി തെരച്ചിൽ നടത്തുമെന്നാണ് അറിയുന്നത്. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വമുള്ള സംഘവും അവിടെ ഉണ്ടാകും. ബന്ധുക്കളൊക്കെ തന്നെ അവസാനം ഒരു നോക്ക്, രാധയെ അവസാനം ഒരു നോക്ക് കാണാനുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ. ഏറ്റവും കണ്ണീരിലാഴ്ത്തി വളരെ ഇന്നലെ വരെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളിൻ്റെ വിയോഗത്തിനാണ് ഇന്ന് ഈ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ അപ്രതീക്ഷിതമായ ഒരു വന്യജീവിയുടെ ആക്രമണം കൊണ്ട് ഒരു ജീവൻ തന്നെ വെടിയേണ്ടി വന്ന അവസ്ഥ. 10 കൊല്ലത്തിനിടെ 8 പേരാണ് കടുവ ആക്രമണത്തിൽ വയനാട് ജില്ലയിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ പഞ്ചാരക്കൊല്ലി പ്രദേശത്തൊക്കെ തന്നെ കടുവയുടെ അക്രമം കുറേ കാലമായി കടുവയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ രാധ എന്ന വീട്ടമ്മയുടെ നേർക്ക് ഈ കടുവ ചാടി വീഴുകയായിരുന്നു. കുറച്ച് ദൂരം ഈ രാധയെ പിടിച്ച് വലിച്ച് കാട്ടിലേക്ക് കടുവ കൊണ്ടുപോവുകയും ചെയ്തു. ഈ കടുവ അവിടെ തന്നെ ഉണ്ട്, ആ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നതിൻ്റെ കാൽപ്പാടുകൾ മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. കടുവ അവിടെ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ കടുവയെ കിടിവെച്ച് പിടിക്കാനോ അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇനിയൊരു മരണം കൂടി താങ്ങാനുള്ള അവസ്ഥ ഈ വയനാട്ടുകാർക്കില്ല എന്നാണ് അവർ പറയുന്നത്. വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് വയനാട് ജനത.